നമസ്തേ. ഗിരിപ്രഭാഷണത്തിലെ ചില വരികൾ. നിന്റെ നിക്ഷേപമുള്ളിടത്ത് നിന്റെ ഹൃദയമിരിക്കും. രണ്ട് യജമാനന്മാരെ സേവിക്കുവാൻ ആർക്കും കഴിയുകയില്ല. വിചാരപ്പെടുന്നതിനാൽ തന്റെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ. നമ്മുടെ വിചാരങ്ങൾ എന്തിലൊക്കെയാണ് കുടുങ്ങിക്കിടക്കുന്നതെന്ന് തമ്പുരാൻ വ്യക്തമായി വെളിപ്പെടുത്തുന്നു. ഭൗതികതയിലും ആകുലതയിലുമാണ് പെട്ടിരിക്കുന്നത്. പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഇടത്തിലാണ് നമ്മുടെ നിക്ഷേപങ്ങൾ അത്രയും. ഒരുവൻ സകലവും നേടിയാലും തന്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനമെന്ന ചോദ്യം സൗകര്യപൂർവ്വം നാം വിസ്മരിക്കുന്നു. ദൈവരാജ്യത്തെ അന്വേഷിക്കുന്ന ചിന്തകൾ ഉണ്ടാവാനാണ് പറയുന്നത്. സ്വന്തം ഇഷ്ടങ്ങളെ മാറ്റിവെക്കുന്ന ഹൃദയം ഉണ്ടാകണമെന്നത്രേ. ദൈവത്തിന്റെ ഇഷ്ടം നടപ്പിലാക്കുന്നതിന് ആഗ്രഹിക്കുന്ന ഹൃദയം തന്നെ. നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലേതുപോലെ ഭൂമിയിലുമാകണമേ എന്നാണ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്. ദൈവേഷ്ടം നടപ്പിലാകുന്ന സ്ഥലമാണ് സ്വർഗം. എന്റെ ഹൃദയവിചാരങ്ങൾ ദൈവേഷ്ടം അന്വേഷിക്കുന്ന നിമിഷങ്ങളിൽ ഉള്ളിൽ ദൈവരാജ്യം നിറയുന്നുണ്ടാവും, അല്ലേ? അതുകൊണ്ടാവും ശലോമോൻ പറഞ്ഞത്, സകല ജാഗ്രതയോടും നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക എന്ന്. അല്ലെങ്കിലും ചക്രം കറങ്ങാനുള്ളതാണല്ലോ. അതിൽ മാത്രം പിടിച്ചുകൊണ്ടിരുന്നാൽ അത് നമ്മെ കറക്കുമെന്നുറപ്പല്ലേ സഖാവേ? ഫോർഡിനെ കുറിച്ചുള്ള ഒരു കഥ പറയാനാണ് തോന്നുന്നത്. ഒരിക്കൽ ഹെൻറി ഫോർഡ് ഇംഗ്ലണ്ടിൽ ചെല്ലാനിടയാവുന്നു. എൻക്വയറിയിൽ ചെന്ന് നഗരത്തിലെ ഏറ്റവും ചെലവ് കുറഞ്ഞ ഹോട്ടലിനെ കുറിച്ച് അദ്ദേഹം ആരാഞ്ഞു. പ്രശസ്തനായ ഫോർഡിനെ തിരിച്ചറിഞ്ഞ ഓഫീസ് ക്ലാർക്ക് അദ്ദേഹത്തെ ആശ്ചര്യത്തോടെ നോക്കി. തലേന്നത്തെ പത്രങ്ങളിലെല്ലാം അദ്ദേഹത്തിന്റെ വരവിനെക്കുറിച്ചുള്ള വാർത്തകളും ചിത്രങ്ങളുമുണ്ട്. എന്നിട്ട് അദ്ദേഹം ഇതാ തന്നോളം തന്നെ പ്രായം തോന്നിക്കുന്ന ഒരു കോട്ടുമിട്ട് ഏറ്റവും ചെലവ് കുറഞ്ഞ ഹോട്ടലിനെക്കുറിച്ച് അന്വേഷിക്കുന്നു. ക്ലാർക്ക് കൗതുകം ഒളിപ്പിച്ചു വയ്ക്കാതെ ചോദിച്ചു, താങ്കൾ ചെലവ് കുറഞ്ഞ ഹോട്ടൽ അന്വേഷിക്കുന്നു. കോട്ടും പഴയതാണ്. താങ്കളുടെ മകനാകട്ടെ ഇവിടെ വരുമ്പോൾ ഏറ്റവും മുന്തിയ ഹോട്ടലാണ് അന്വേഷിക്കുക. അണിഞ്ഞിരുന്നത് വിലയേറിയ തുണിത്തരങ്ങളും. ഹെൻറി ഫോർഡിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു, എന്റെ മകന് ഒരുപക്ഷെ ഇനിയും പക്വതയായിട്ടുണ്ടാവില്ല. വൻ ചെലവുള്ള ഹോട്ടലിൽ എനിക്ക് താമസിക്കേണ്ട കാര്യമില്ല. എവിടെ താമസിച്ചാലും ഞാൻ ഹെൻറി ഫോർഡ് തന്നെയാണ്. ഏത് വസ്ത്രം ധരിച്ചാലും ഞാൻ ഫോർഡ് തന്നെയാണ്. ഒരുപക്ഷെ എന്റെ മകന് ആൾക്കാരെന്തു പറയും എന്ന ഭയം കാണുമായിരിക്കും. ഈ ഒരു സ്വത്വബോധമില്ലായ്മയാണ് പലതും കൂട്ടിവെക്കാൻ വേഷം കെട്ടലുകൾക്ക് നമ്മെ പ്രേരിപ്പിക്കുന്നത്. ദൈവത്തിന്റെ ഇമേജ് എന്നിലുണ്ടെന്ന സത്യം മറക്കുമ്പോഴാണ് ലോകത്തിന്റെ നുണകൾ ചേർത്ത് തുന്നി ഒരു ഇമേജ് ഞാൻ ഉണ്ടാക്കുന്നത്. നോമ്പ് നമ്മുടെ വ്യാജ പ്രതിച്ഛായകളെ തകർക്കാൻ പോന്ന ഒരു പെരും ചുറ്റിക തന്നെയാണ്. എടുത്തടിക്കണം സഹാവേ. നമുക്ക് വെറുതെ നക്ഷത്രങ്ങൾ എണ്ണാനെങ്കിലും ആകാശത്തിലേക്ക് തലയൊന്ന് ഉയർത്തിപ്പിടിക്കാമല്ലോ. വെറുതെ ഭൂമിയിലിങ്ങനെ വിചാരങ്ങളിട്ടിഴയ്ക്കാതെ. പ്രാർത്ഥിക്കാം. നോമ്പിലെ ഗീതം. പൊന്നിനും വെള്ളിക്കും വായുണ്ടായിരുന്നെങ്കിൽ അതിനെ സമ്പാദിക്കുന്നവരോട് അതിപ്രകാരം പറയുമായിരുന്നു, നിങ്ങൾ എന്നോടടുക്കരുത്,
മരണം നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് ഹാ കഷ്ടം. ഞാൻ നിങ്ങൾക്കൊപ്പമുണ്ടാവില്ല. നിങ്ങൾക്കോ അഗ്നിനരകവും ന്യായവിധിയും കാക്കപ്പെട്ടിരിക്കുന്നു. ആമേൻ. ആദരവോടെ സഖ്യർ.